ഹായ് ആക്ച്വലി ഞങ്ങൾ ഇവോൾഡ് റോബോട്ടിക്സ് ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രോബ്ലമാണ് നമ്മളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഹോബീസ്റ്റ് അവരൊക്കെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ അവർക്ക് പവർ ഇഷ്യൂസ് കാരണം പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. മെയിൻ തിങ് അവരുടെ കൺട്രോളർ ബോർഡ് ഓഫ് കോഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആർഡിനോ ബോർഡുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. നല്ലൊരു മെജോറിറ്റി ആളുകളും അവർ യൂസ് ചെയ്യുക, എസ്പെഷ്യലി ബിഗിനേഴ്സ്. അപ്പം അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ആ പവർ ഇഷ്യൂസ് അവിടെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ദേ ആർ കണക്റ്റിംഗ് വിത്ത് മോട്ടോഴ്സ്, മോട്ടോർ ഡ്രൈവറിലേക്ക് പവർ കൊടുക്കും, എക്സ്റ്റേണൽ സപ്ലൈ കൊടുക്കുമ്പം ആ മോട്ടോർ ഡ്രൈവർ IC ആയി പോകുന്നു. അതേപോലെ ഒരു ഓവർലോഡ് വന്നിട്ട് നമ്മുടെ കൺട്രോളർ ഡാമേജ് ആവുന്നു, മൈക്രോ കൺട്രോൾ ഡാമേജ് ആവുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇവോൾഡ് റോബോട്ടിക്സ് ഒരു ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവോയ്ഡ് എന്നാണ് ആക്ച്വലി ഇതിൻ്റെ പേര്. ഇത് ആക്ച്വലി ഒരു അറ്റ്മെറ്റിക്ക 328 ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. ബട്ട് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ട് മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻബിൽറ്റ് മോട്ടോർ ഡ്രൈവർ ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ മൊഡ്യൂൾസ് ഒക്കെ പ്ലഗ് ഇൻ ചെയ്യാനും മോരോവർ ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സപ്പോസ് യു ഹാവ് 2 or more 3 സെർവോസ്, ആ 3 സെർവോ മോട്ടർ വരുമ്പോൾ ഇറ്റ് ട്രാക്സ് മോർ കറണ്ട്. അപ്പം ആ കറണ്ട് ട്രാക്കിംഗ് അവിടെ നടക്കുമ്പോൾ അവരുടെ എൻറ്റയർ സിസ്റ്റം വർക്ക് ആവാത്ത സിറ്റുവേഷനൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. സോ ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ബോർഡിൽ അതിന് പർട്ടിക്കുലർലി സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബഗ് സ്റ്റിക്സ് പവർ സോഴ്സസ് ഞങ്ങൾ ഇതിൽ തന്നെ ബിൽറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിവേ ഈ ഒരു ഡെവലപ്മെൻറ്റ് മോഡ് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് കോസ്റ്റിംഗ് ജസ്റ്റ് 1500 ഓൺലി. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ ആമസോൺ ലിങ്ക് ഇൻ ദ ബയോ. താങ്ക് യു.